ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഫലങ്ങളാണ്. ഒരു കൃഷിക്കാരൻ കൃഷിസ്ഥലത്ത് ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതും അതിൽ ഫലം കാണാത്തതിനാൽ അതിൻ്റെ ഉടമസ്ഥൻ അത് വെട്ടിക്കളയാൻ പറയുന്നതുമായ തിരുവചന ഭാഗം നാം പഠിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ആ വൃക്ഷത്തിൽ ഒരു ഫലവും കാണാത്തതിനാൽ ആ യജമാനൻ അത് വെട്ടിക്കളയാൻ ഭൃത്യനോട് കൽപ്പിച്ചു. എന്നാൽ ഭൃത്യൻ്റെ അപേക്ഷപ്രകാരം ഒരു വർഷം കൂടെ അതിൽ വളമിടാനും നിർത്താനും സമ്മതിച്ചു. ഈ ശിഷ്യൻ, ഈ ഭൃത്യൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ആ വൃക്ഷം അവിടെ നിലനിന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തെ നിരാശപ്പെടുത്തി കളയാതെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയുവാനായിട്ട് പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഒരു ഫലമെങ്കിലും നമ്മളിലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും നിരാശപ്പെടുത്താതെ ദൈവത്തിരുസന്നിധിയിൽ നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളെപ്പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.